ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജോബ് ഹണ്ടറിന്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ലോകോത്തര മൾട്ടിനാഷണൽ കമ്പനിയായ ആമസോണിലെ ഒരു തൊഴിലവസരവുമായിട്ടാണ്. ആമസോണിൽ ഇപ്പോൾ കസ്റ്റമർ സർവീസ് അസോസിയേറ്റ് എന്നൊരു പൊസിഷനിലേക്ക് ഏകദേശം 200 ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു റിക്രൂട്ട്മെന്റ് മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് വിദ്യാഭ്യാസ യോഗ്യത പ്രശ്നമല്ല, അതുപോലെ തന്നെ എക്സ്പീരിയൻസും ആവശ്യമില്ല. സോ എങ്ങനെയാണ് ഇതിന്റെ റിക്രൂട്ട്മെന്റ് വരുന്നത്, എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്, എന്താണ് ഇതിന്റെ ജോലിയുടെ സ്വഭാവം വരുന്നത്, എത്ര ദിവസമാണ് വർക്കിംഗ് വരുന്നത്, അതായത് ആഴ്ചയിൽ എത്ര ദിവസം വർക്ക് ചെയ്യണം, എത്ര ദിവസമാണ് ലീവ് വരുന്നത്, ഏകദേശം എത്ര രൂപ ശമ്പളം കിട്ടും, വർക്ക് ഫ്രം ഹോം ആണോ അതോ നമ്മൾ ഓഫീസിൽ പോയിട്ട് വർക്ക് ചെയ്യണോ, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും, അതായത് ഒരു എംപ്ലോയി ആയിട്ട് ആമസോണിൽ ജോലി ലഭിച്ചാൽ എന്തൊക്കെ അലവൻസസ് ആണ് നമുക്ക് ശമ്പളത്തിന് പുറമെ ലഭിക്കുക, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വെറുതെ പറയുന്നതല്ല, അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കൊടുത്ത ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. സോ നമുക്ക് അതിലേക്ക് കടക്കാം. അതിനു മുന്നേ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം കൂടി പറയാനുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി നിങ്ങൾ എൻ്റെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഇതുപോലുള്ള ലേറ്റസ്റ്റ് വേക്കൻസീസ് നോട്ടിഫിക്കേഷൻസിനെയും കുറിച്ച് പെട്ടെന്ന് അറിയാൻ ദയവായി നിങ്ങൾ ആ ഒരു ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു റിക്രൂട്ട്മെന്റ് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ഞാനിപ്പോൾ ഉള്ളത് ആമസോണിന്റെ ഒഫീഷ്യൽ കരിയർ വെബ്സൈറ്റിൽ തന്നെയാണ്. കസ്റ്റമർ സർവീസ് അസോസിയേറ്റ് എന്നൊരു പൊസിഷനിലേക്കാണ് അവർ ഹയർ ചെയ്യുന്നത്. ആദ്യം തന്നെ ഈ കസ്റ്റമർ സർവീസ് അസോസിയേറ്റ് എന്ന ജോലി എന്ന് വെച്ചാൽ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആ ഒരു പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ആമസോണിന്റെ കസ്റ്റമേഴ്സിന്, അതായത് ആമസോണിൽ നിന്ന് സാധനം വാങ്ങുന്ന നമ്മളൊക്കെ ഓർഡർ ചെയ്യുന്ന ആളുകളാണ്. സോ നമുക്ക് എന്തെങ്കിലും ആമസോണിന്റെ പ്രൊഡക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ അവരുടെ ഒരു ടോൾ ഫ്രീ നമ്പറിലാണ് കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ ഇമെയിലിലേക്ക് നമ്മൾ മെയിൽ അയക്കുകയാണ് ചെയ്യുക. സോ അത് ക്ലിയർ ചെയ്യുന്ന ഫസ്റ്റ് പോയിന്റ് ഓഫ് കോൺടാക്ട് ആരാണോ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ആദ്യം അവിടെ നിന്ന് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നത്, ആ ഒരു ജോലിയാണ് ബേസിക്കലി ഇതിൽ വരുന്നത്. സോ ആ ഒരാള് നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ ഫോൺ ത്രൂ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങളുടെ ഇമെയിലിന് റിപ്ലൈ അയച്ചുകൊണ്ട് അവർ ഹെൽപ്പ് ചെയ്യും. സോ അതാണ് ബേസിക്കലി നിങ്ങളുടെ ജോലി വരുന്നത്. പ്രിവെന്റ് ഇഷ്യൂസ്, കസ്റ്റമേഴ്സിന് വരുന്ന ബുദ്ധിമുട്ടുകൾ അത് സോൾവ് ചെയ്ത് കൊടുക്കുക. അത് ഫോൺ വഴിയോ ചാറ്റ് വഴിയോ ഇമെയിൽ വഴിയോ ആയിരിക്കും നിങ്ങൾ ഇതിൽ അവർക്ക് കസ്റ്റമേഴ്സിനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. മെയിനായിട്ട് ഈ വെബ്സൈറ്റ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അതേപോലെ എങ്ങനെയാണ് പ്രൊഡക്ട്സ് ഓർഡർ ചെയ്യേണ്ടത്, എന്തെങ്കിലും പേയ്മെന്റ് കാര്യങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അത് സോൾവ് ചെയ്യേണ്ടത് മുതലായ കാര്യങ്ങളൊക്കെ കസ്റ്റമേഴ്സിന് പറഞ്ഞു കൊടുക്കുക, അവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ഇതിൻ്റെ ഒരു ജോലിയുടെ സ്വഭാവം വരുന്നത്. അടുത്തത് വാട്ട് ആർ യുവർ ഹവേഴ്സ്, എത്ര മണിക്കൂർ നിങ്ങൾ ഈ ഒരു ജോലിയിൽ വർക്ക് ചെയ്യേണ്ടി വരും. കോമൺ ആയിട്ട് എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഇതിൽ രണ്ട് രീതിയിലായിരിക്കും നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത്. അതായത് ഒന്നല്ലെങ്കിൽ ഡെയിലി നിങ്ങൾക്ക് 8 ഹവേഴ്സ് ഓഫ് വർക്ക് ആയിരിക്കും വരിക, അങ്ങനെ 5 ദിവസം വർക്ക് ചെയ്യേണ്ടി വരും. അതായത് ഒരാഴ്ചയിൽ 5 ദിവസം വർക്ക് ചെയ്താലും നിങ്ങൾക്ക് 2 ദിവസം അവിടെ വീക്ക് ഓഫ് ലഭിക്കുന്നതായിരിക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണ്, മൺഡേ ടു ഫ്രൈഡേ ആണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ സാറ്റർഡേയും സൺഡേയും നിങ്ങൾക്ക് ഇതിൽ ഓഫ് ലഭിക്കുന്നതാണ്. മോസ്റ്റ് പ്രോബബ്ലി സാറ്റർഡേ സൺഡേ ലീവ് ലഭിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. മൺഡേ ടു ഫ്രൈഡേ ഇൻ ബിറ്റ്വീനുള്ള ഡേയ്സ് ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ ലീവ് ലഭിക്കുക. ഇനി ഡെയിലി നിങ്ങൾ 10 ഹവേഴ്സ് ആണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അത് നമ്മളല്ല ഫിക്സ് ചെയ്യുന്നത്, ആ ഒരു ജോലിക്ക് അനുസരിച്ച് ഈ ഒരു ദിവസം ഇത്ര ഹവർ വർക്ക് ചെയ്യേണ്ടി വരുമെന്ന് അവർ പറയും. സോ അങ്ങനെ ഒരു ദിവസം മാക്സിമം 10 ഹവേഴ്സ് നിങ്ങൾ വർക്ക് ചെയ്യേണ്ടി വരികയാണെങ്കിൽ ആഴ്ചയിൽ നിങ്ങൾ 4 ദിവസം മാത്രം വർക്ക് ചെയ്താൽ മതി, നിങ്ങൾക്ക് 3 ഡേയ്സ് അവിടെ ലീവ് ലഭിക്കുന്നതായിരിക്കും. സോ അതാണ് അതിൻ്റെ ഒരു ജോബിന്റെ ഒരു ടൈമിങ് കാര്യങ്ങൾ വരുന്നത്. പിന്നെ ഷിഫ്റ്റ് പല ഷിഫ്റ്റ് വരും, നൈറ്റ് ഷിഫ്റ്റ് വരും, ഓവർ നൈറ്റ് വരും, ഡേ ഷിഫ്റ്റ് വരും, ലേറ്റ് ഷിഫ്റ്റ് വരും. സോ ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ ഓക്കെ ആയിരിക്കണം. അതായത് വൺസ് ജോലി ലഭിച്ചാൽ ഏത് ഷിഫ്റ്റിലാണെങ്കിലും നിങ്ങൾ വർക്ക് ചെയ്യാൻ ഓക്കെ ആയിരിക്കണം എന്നൊരു കാര്യം കൂടി അവർ പറയുന്നുണ്ട്. നിങ്ങൾ ഹാർഡ് വർക്കിംഗ് ആയിരിക്കണം, അതേപോലെ കസ്റ്റമർ ഫ്രണ്ട്ലി ആയിരിക്കണം. എന്തെങ്കിലും ഒരാൾ നിങ്ങളോട് ഒരു ഡൗട്ട് ചോദിക്കുകയാണെങ്കിൽ നല്ല മാനേഴ്സിൽ വളരെ സിമ്പിളായിട്ട് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ നിങ്ങൾക്ക് ഈ ഒരു ജോലിയിലൂടെ സാധിക്കണം എന്നൊരു കാര്യം കൂടി അവർ പറയുന്നുണ്ട്. ഇനി അടുത്തതായി പറയുന്ന കാര്യം, വാട്ട് ബെനഫിറ്റ്സ് വിൽ യു റിസീവ്, അതായത് ഈ ഒരു ജോലി ആമസോണിൽ ഒരു ജോലി ലഭിക്കുകയാണെങ്കിൽ, ഈ ഒരു കസ്റ്റമർ സർവീസ് അസോസിയേറ്റ് എന്ന ജോലി ലഭിക്കുകയാണെങ്കിൽ ശമ്പളത്തിന് പുറമേ നിങ്ങൾക്ക് ലഭിക്കുന്നത് മെഡിക്കൽ ഇൻഷുറൻസ് നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ പെൻഷൻ പ്ലാൻ ഉണ്ട്, റിട്ടയർമെന്റ് പ്ലാൻസ് ഉണ്ട്, ഇന്റർനെറ്റ് അലവൻസ് ഉണ്ട്, അതേപോലെ ലൈഫ് സ്റ്റൈൽ ബെനിഫിറ്റ്സ് ആൻഡ് റീറ്റെയിൽ ഡിസ്കൗണ്ട്സ് ത്രൂ അവർ ആമസോൺ എക്സ്ട്രാ പ്രോഗ്രാംസ്, അതേപോലെ എക്സ്പേർട്ട് ട്രെയിനിങ് ആൻഡ് ഓൺഗോയിങ് ഓപ്പർച്യൂണിറ്റീസ്. ഇവർക്ക് കുറെ മെറ്റാ കാർഡ്, അതായത് നമുക്ക് ഫുഡിന്റെ കൂപ്പൺസ് കാര്യങ്ങൾ, അതേപോലെ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ വൗച്ചേഴ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, എംപ്ലോയീസിന് ഒരുപാട് അലവൻസസ് വൺസ് ഈ ഒരു ജോലി നിങ്ങൾക്ക് ലഭിച്ചാൽ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
ഇനി ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് സ്റ്റേജസ് നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ ഈ ഒരു ജോലിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ടോട്ടൽ, അതായത് അപ്ലൈ ചെയ്യാനല്ല, വൺസ് അപ്ലൈ ചെയ്താൽ നിങ്ങൾക്കൊരു അസസ്മെൻ്റ് ഉണ്ടാവും, ഒരു പരീക്ഷ ഉണ്ടാവും, ഓൺലൈൻ തന്നെയാണ് വരുന്നത്. അങ്ങനെ ഏകദേശം ഒരു 3 മണിക്കൂറാണ് ടോട്ടൽ ഇതിൻ്റെ അസസ്മെൻ്റ് അടക്കമുള്ള ആപ്ലിക്കേഷൻ ടൈം അവർ പറയുന്നത്. അത് നിങ്ങൾക്ക് വൺസ് കുറച്ച് സ്റ്റെപ്പ് ചെയ്ത് കുറച്ച് പിന്നെ സ്റ്റെപ്പ് ചെയ്യുക, അങ്ങനെ പല രീതിയിലും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ടോട്ടൽ 3 hours ആണ് ഇതിന് വേണ്ടി വരിക. ഇനി ഇതിന് അവർ പറയുന്ന യോഗ്യതകൾ എന്ന് വെച്ചാൽ മിനിമം ഏജ് 18 വയസ്സ് മിനിമം വേണം എന്ന് പറയുന്നുണ്ട്. അതേപോലെ ഇന്ത്യയിൽ വർക്ക് ചെയ്യാൻ നിങ്ങൾ എലിജിബിൾ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതേപോലെ കസ്റ്റമർ സർവീസ് ജോലി ആയതുകൊണ്ട് ഇംഗ്ലീഷിൽ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം. ആ ഒരു കാര്യം നിർബന്ധമായിട്ട് അവിടെ മനസ്സിലാക്കുക. മറ്റു യോഗ്യതകളൊന്നും, വിദ്യാഭ്യാസ യോഗ്യത ഒന്നും അവർ ഇത്രയും PG വേണം അല്ലെങ്കിൽ ഡിഗ്രി വേണം എന്നൊന്നും പറയുന്നില്ല. നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം എന്ന് മാത്രമാണ് അവർ പറയുന്നത്. അതേപോലെ കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ടുള്ള ബേസിക് എക്സ്പീരിയൻസ് വേണം. മൺഡേ ടു സാറ്റർഡേ വരെ അതിൽ ഏതെങ്കിലും 2 ദിവസം നിങ്ങൾക്ക് ലീവ് ലഭിക്കുന്നതായിരിക്കും. വർക്ക് ചെയ്യാൻ ഓക്കെ ആയിരിക്കണം. നിങ്ങളുടെ ടൈം അവർ പറയുന്നുണ്ട്. അതേപോലെ റൊട്ടേറ്റിംഗ് ഷിഫ്റ്റ്, ഏർലി, ലേറ്റ്, ഓവർനൈറ്റ്, വീക്കെൻഡ്, ഓവർ ടൈം ഒക്കെ നിങ്ങൾ വർക്ക് ചെയ്യാൻ ഓക്കെ ആയിരിക്കണം എന്നൊരു കാര്യം കൂടി പറയുന്നുണ്ട്. വർക്ക് ചെയ്താലും അതിനനുസരിച്ചുള്ള 150 നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ വരികയാണെങ്കിൽ അഡീഷണൽ ഒരു 150 റുപ്പീസ് ഒക്കെ നൈറ്റ് ഷിഫ്റ്റ് അലവൻസ് എന്ന രീതിയിൽ അവർ കമ്പനി നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതേപോലെ ഈ ഒരു റിക്രൂട്ട്മെന്റ് നമ്മളിപ്പോൾ കേരളത്തിലായതുകൊണ്ട് നമുക്കിതിൽ പൊതുവെ ഈ ഒരു റിക്രൂട്ട്മെന്റ് വരുന്നത് കസ്റ്റമർ സർവീസ് അസോസിയേറ്റ് എന്നൊരു പൊസിഷന്റെ ജോബ് റോൾ വരുന്നത് വർക്ക് ഫ്രം ഹോം ആണ്. അതായത് വീട്ടിലിരുന്ന് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ജോബ് റോളാണ് ഈ കസ്റ്റമർ സർവീസ് അസോസിയേറ്റ് എന്നത്. പക്ഷെ നമ്മൾ കേരളത്തിലുള്ളവരായതുകൊണ്ട് കേരളത്തിൽ നമുക്കൊരു വർക്ക് ഫ്രം ഹോം ഓപ്ഷന് കമ്പനി ആമസോൺ ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല. സോ തമിഴ്നാട് ലൊക്കേഷനിലേക്കാണ് നമ്മൾ ഹയർ ചെയ്യേണ്ടത്, അപ്ലൈ ചെയ്യേണ്ടത്. സോ വൺസ് നമുക്ക് ജോലി ലഭിച്ചു കഴിഞ്ഞാൽ തമിഴ്നാട് ലൊക്കേഷൻ്റെ ഉള്ളിലുള്ളവരാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ജോലിയിൽ വർക്ക് ചെയ്യാവുന്നതാണ്. കേരളത്തിൽ റിക്രൂട്ട്മെന്റ് വരാത്തത് കൊണ്ടാണ് തമിഴ്നാട് ലൊക്കേഷനിലേക്ക് ഹയർ വരുന്നത്. കോമൺ ആയിട്ട് നമ്മൾ കേരളത്തിലുള്ളവരൊക്കെ അപ്ലൈ ചെയ്യുന്നത് തമിഴ്നാട് ലൊക്കേഷനിൽ തന്നെയാണ്. തമിഴ്നാട്ടിലുള്ളവർക്കാണെങ്കിൽ ഇനി വർക്ക് ഫ്രം ഹോം ആയിട്ട് അപ്ലൈ അവിടെ വർക്ക് ചെയ്യാവുന്നതാണ്. സോ നല്ലൊരു അവസരമാണ്. ആമസോണിൻ്റെ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് ഇതിൽ വരുന്നത്. തമിഴ്നാട്ടിലുള്ളവരൊക്കെ ആണെങ്കിൽ ഇനി നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ കസിൻസോ ഒക്കെ ആരെങ്കിലും തമിഴ്നാട്ടിലുള്ളവരാണെങ്കിലും നിങ്ങൾക്ക് ജസ്റ്റ് അവരുടെ വീട്ടിലിരുന്ന് തന്നെ വളരെ സിമ്പിളായിട്ട്, ഇനി ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ ഒരു സാലറി സ്കെയിലൊക്കെ നോക്കുകയാണെങ്കിൽ മന്ത്ലി അറൗണ്ട് ഒരു 30,000 റുപ്പീസ്, 30,000 രൂപ വരെയൊക്കെ നിങ്ങൾക്ക് ഇതിൽ സാലറി എല്ലാ അലവൻസസും ഇൻക്ലൂഡ് ചെയ്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ ആമസോണിലൊക്കെ ഒരു ജോലി ലഭിക്കുകയാണെങ്കിൽ നമുക്ക് എക്സാമ്പിൾ ഇപ്പോൾ തമിഴ്നാട്ടിൽ പോകണമെങ്കിൽ നമുക്ക് അവിടെ ഒരു വീട് റെന്റിനെടുത്ത് നമുക്ക് സുഖമായിട്ട് അവിടെ നമ്മുടെ ആ ഒരു വീട്ടിലിരുന്ന് നമുക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. സോ അങ്ങനെയും ചിന്തിക്കുക. സോ നല്ലൊരു അവസരമാണ്. ആമസോണിന്റെ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്, പെർമനന്റ്, അതായത് ഡയറക്റ്റ് ഫുൾ ടൈം ആയിട്ടുള്ള ഒരു റിക്രൂട്ട്മെന്റ് ആണ് ഇതിൽ വരുന്നത്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ മാക്സിമം പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. ഇനി അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വെബ് പേജിൽ എത്തേണ്ട ലിങ്ക് നിങ്ങൾ ഈ കാണുന്ന വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. ആ ലിങ്കിൽ കയറിയാൽ ഈ ഒരു വെബ് പേജിലാണ് നിങ്ങൾ എത്തുക. അവിടെ ഒരു അപ്ലൈ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നെറ്റ് അത്യാവശ്യം നല്ല സ്പീഡായിരിക്കണം. ഫോണിൽ അപ്ലൈ ചെയ്യരുത്. ദയവായി നിങ്ങളുടെ ലാപ്ടോപ്പോ ഡെസ്ക്ടോപ്പോ ഉപയോഗിക്കുക. അവിടെ അസസ്മെന്റിലേക്കൊക്കെ കടക്കുകയാണെങ്കിൽ കട്ടായി പോകരുത്. ആ ഒരു കാര്യം കൂടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്ലൈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഏകദേശം 200ഓളം ഒഴിവുകൾ വന്നിട്ടുണ്ട്. സോ ആപ്ലിക്കൻസിന്റെ എണ്ണവും കൂടുതലായിരിക്കും. ലാസ്റ്റിലേക്ക് ഒരിക്കലും വെക്കരുത്. മാക്സിമം പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. സോ ഈ ഒരു ഇൻഫർമേഷൻ, ഈ ഒരു റിക്രൂട്ട്മെന്റ് ഡീറ്റെയിൽസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.